എന്താണ് ആചാരവിധി? ക്ഷേത്രത്തിന് ചുറ്റുവട്ടും ഒരു മതിൽക്കെട്ടുണ്ടായിരിക്കും. ആ മതില് താവൂക്കെട്ട് കെട്ടിയാലും ചുടുകെട്ടയിട്ട് കെട്ടിയാലും വെറുതെ കെട്ടിയിരിക്കുന്നതല്ല. പിന്നെ എന്താ അത് അവിടെ കുടികൊള്ളുന്ന ദേവന്റെ ദേവിയുടെ കൈകളാണ്. ആ മതിൽക്കെട്ടിനകത്ത് കയറുക എന്ന് പറഞ്ഞാൽ ആരുടെ കരവലയത്തിൽ പ്രവേശിക്കുന്നു? ഈശ്വരന്റെ, ദേവിയുടെ, ഭഗവാന്റെ, ദേവിയുടെ കരവലയത്തിൽ പ്രവേശിക്കുന്നു. കരവലയത്തിൽ പ്രവേശിക്കുമ്പോൾ വർക്കല അമ്പലത്തിൽ പോയിട്ടുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷവും. അങ്ങോട്ട് കയറുമ്പോൾ ഹനുമാൻ സ്വാമി ഇങ്ങനെ തൊഴുതോണ്ട് നിൽപ്പുണ്ട്. അവിടെ ഒരു പടിക്കെട്ടുണ്ട്, ഞാൻ മിക്കപ്പോഴും കാണുന്നതാണ്. ആ പടി എന്തെന്നറിയാമോ? കല്ല്, പാറക്കല്ലല്ല. അവിടെ കുടികൊള്ളുന്ന ജനാർദ്ദന സ്വാമിയുടെ പാദമാണ്. അതിനെ തൊഴുത് പാദവന്ദനം ചെയ്ത് അകത്ത് കയറണം. പക്ഷേ ഒന്ന് ബഹുഭൂരിപക്ഷം പേരും ചവിട്ടി മെതിച്ച് കണ്ടോ ജനാർദ്ദന എന്ന് ചവിട്ടിയിട്ടാണ് അകത്തോട്ട് പോണേ. പൊക്കത്തിന് ലെവല് കിട്ടിയില്ലെങ്കിലും അവിടെ നിന്നോണ്ടാണ് ചവിട്ടണേ. പാദവന്ദനം ചെയ്യുക എന്ന് പറയുന്നത് സംസ്കാരമാണ്. അച്ഛനെ പാല് തൊട്ട് വന്ദിക്കുക, അമ്മയെ തൊട്ട് വന്ദിക്കുക, അക്ഷരം പഠിപ്പിച്ചവരെ തൊട്ട് വന്ദിക്കുക, അയൽവക്കത്ത് ഉള്ള ആളുകൾ നമുക്ക് പട്ടിണിക്ക് ചോറ് തന്നപ്പം അവരെ തൊട്ട് വന്ദിക്കുക, നമുക്കൊരു ജീവിതത്തിന് സഹായിച്ചവരെ തൊട്ട് വന്ദിക്കുക, മുതിർന്നവരെ തൊട്ട് വന്ദിക്കുക. ഇതൊക്കെ പാദവന്ദനം. അതാണ് ഭഗവാന്റെ സവിധത്തിലേക്ക് കയറുമ്പോൾ പാദവന്ദനം ചെയ്യുക. ആ മതിൽക്കെട്ടെന്ന് പറയുന്ന കരവലയം, അതിനകത്ത് കയറുന്നതിനൊരു യോഗ്യതയുണ്ട്. അഭിഗമനം എന്ന വാക്കിനർത്ഥം വസ്ത്രവും ശരീരവും ശുദ്ധമായിരിക്കണം. വസ്ത്രവും, എൻ്റെ ബർത്ത്ഡേക്ക് ഹസ്ബൻഡ് 4000 രൂപയുടെ ഒരു സാരി എനിക്ക് മേടിച്ചു തന്നു. അത് ഞാൻ ജനാർദ്ദന സ്വാമിയുടെ ഉത്സവത്തിന് ഉടുക്കാമെന്ന് വിചാരിച്ചു. ശരി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അലങ്കാരവും അഹങ്കാരവും അഹംഭാവവും ഭക്തിയുടെ ലക്ഷണമല്ല. പൂന്താനം അമ്പലത്തിൽ കയറുമ്പം ഏറ്റവും കുറഞ്ഞ എന്നോ ഉപയോഗിച്ച ഇതുവഴി പോയിട്ടുണ്ട് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവന്റെ വേഷമൊക്കെ നമ്മളൊന്ന് നോക്കണം. ആ മുണ്ടെടുത്തിട്ട് മോളിക്കൂടെ ഒരു ചെറിയ മുണ്ട് മൂടിക്കൊണ്ട് ഗുരുദേവൻ ഇതുവഴി പോയിട്ടുണ്ട്. ദൈവദശകം എത്ര ശ്ലോകമാണ്? 40 വരി 10 ശ്ലോകം. ആ 40 വരിയിൽ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള ജാലവും മായയും മായാവിയും മായാവിനോദനം. ലോകത്തെ ഒരു ശാസ്ത്രജ്ഞനും ഇതുപോലെ പറയാൻ പറ്റില്ല. മായ, മായാവി, മായാവിനോദൻ. സൃഷ്ടി, സൃഷ്ടിക്കുള്ള ജാലവും സൃഷ്ടാവും എല്ലാം ഒന്ന് തന്നെ. ആലോചിച്ചു നോക്കൂ, എല്ലാം ഒന്ന് തന്നെ. ആരാ? ഈശ്വരൻ, ദൈവം. ദൈവം എന്ന വാക്കിനർത്ഥം, പേരുണ്ടെങ്കിൽ മാറിയിരിക്കണ്ടേ, ദൈവം എന്ന വാക്കിനർത്ഥം ദൈവം. ദീവ് എന്ന വാക്കിൽ നിന്ന് ദൈവം ഉണ്ടായി. ദീവ് എന്നാൽ പ്രകാശം. നമുക്കുള്ളിൽ പ്രകാശം നൽകുന്നത് ആരോ അതാരാണോ അതാണ് ദൈവം. അതുകൊണ്ടാണ് രാമ രാമ എന്ന് ചൊല്ലുമ്പോൾ അകത്തിരിക്കുന്ന ഇരുട്ടുമാറി ഉള്ളിൽ എന്തു വരണം? പ്രകാശം വരണം. ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ദൈവദശകത്തിൽ അവസാനം പറയുന്നു, ആഴണം വാഴണം നിത്യം സുഖം. നീ ആഴണം. ഏതിലാഴണം? വാഴണം. നീ ജ്ഞാനത്തിലാഴണം, അറിവിലാഴണം. അറിവിലാഴാത്ത ഒരാളിനും സുഖമായി എന്ത് ചെയ്യാൻ പറ്റില്ല? വാഴാൻ പറ്റില്ല. ഈ 40 വരി നമുക്ക് വൈകിട്ടിരുന്ന് ചൊല്ലാൻ വേണ്ടിയാണ് നാരായണ ഗുരുദേവൻ എഴുതി തന്നത്. ശിവഗിരിയിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരുന്ന് ചൊല്ലണം. തീർത്ഥാടനത്തിന് പോകും. ശാരദാദേവി 8 കോണുള്ള ശാരദാമഠ അക്ഷരം വിലക്കിയിരുന്ന പാവപ്പെട്ട മനുഷ്യന് ദാ പിടിച്ചോ അക്ഷരം എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ കൊടുത്ത് ദേവതയെ ഇരുത്തിയതാണ് ശാരദാമ്മ. അക്ഷര സൗഭാഗ്യം നമുക്ക് നൽകുന്നതിന് വേണ്ടി ശാരദാമ്മ. ആ ശാരദാമ്മയെ മുമ്പ് ഇരുത്തിയിരിക്കണോ? വൈദിക മഠവും ചുറ്റി അവിടെ നിന്ന് പോയി സമാധി മന്ദിരവും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ ദൈവദശകവും അവിടെ ഇരുന്ന് ചൊല്ലുമ്പോൾ ആഴണം വാഴണം നിത്യം സുഖം. നമ്മളെല്ലാം ഷോ കാണിക്കുകയല്ലേ യഥാർത്ഥത്തിൽ? മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുന്ന എത്ര പേരാ? 2 നില വീടുണ്ട്, 3 നില വീടുണ്ട്, മുന്തിയനം കാറുണ്ട്. ടെൻഷൻ, ടെൻഷൻ. പ്രഷറിന് ഗുളിക, ഷുഗറിന് ഗുളിക, ഹാർട്ടിന് ഗുളിക, യൂറിനറി ഫങ്ഷൻ ശരിയല്ലാത്തത് കൊണ്ട് ഗുളിക. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാണ്.
കാരണം എന്താ? അകത്താഹാരം കൊടുത്തിട്ടില്ല, ഇതിനു മാത്രമേ ആഹാരം കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അത് ഇങ്ങോട്ട് ഇംബാലൻസ് ആകുമോ, അതനുസരിച്ച് മനസ്സിന്റെ താളം തെറ്റും. തെറ്റാതിരിക്കുന്നതിനാണ് ഗുരുദേവൻ പറഞ്ഞത് ഇങ്ങനെ. തീർത്ഥാടനത്തിന് പോവും, ചെല്ലും, 4 ലോഡ് കരിമ്പ് മേടിക്കും, 3 ലോഡ് പൊരി മേടിക്കും, അത് കഴിഞ്ഞ് എല്ലാം കൂടെ തിന്നും വീട്ടിൽ വരും. ഏത് തീർത്ഥാടനം, എന്ത് ഗുരുദേവൻ, ഏത് ശാരദാദേവി, എന്ത് വൈദിക മഠം? തൊട്ടടുത്തിരിക്കല്ലേ. ഇതിനും അപ്പുറമായ ജ്ഞാനം തരുന്ന എവിടെയുണ്ട് നമുക്ക്? ആ ജ്ഞാനം അത് നേടാൻ വേണ്ടിയാണ് പാദവന്ദനം ചെയ്ത് ഏത് ക്ഷേത്രത്തിനകത്ത് കയറുമ്പോഴും പിന്നെ ജപിക്കേണ്ടത് മൂലമന്ത്രമാണ്. ഞാൻ പെട്ടെന്ന് അതങ്ങ് പറയുകയാണ്. മൂലമന്ത്രമാണ്. ഏത് ക്ഷേത്രത്തിനും ഒരു മൂലമന്ത്രമുണ്ട്. പാദവന്ദനം ചെയ്ത് അകത്ത് കയറുമ്പോൾ സ്ത്രീകൾക്ക് വസ്ത്രം, അതുപോലെ പുരുഷന്മാർക്ക് ഉടുപ്പൂരിയിട്ട് ചിലടത്ത് എഴുതി വെച്ചിരിക്കുന്നില്ലെങ്കിലും നമ്മൾ ഉടുപ്പൂരണം. എന്തിനെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ നെറ്റിയിലാണ് ഈശ്വര ചൈതന്യം, പുരുഷന്റെ നെഞ്ചിലാണ് ഈശ്വര ചൈതന്യം. മറന്നുപോകരുത്. അതുകൊണ്ട് പുരുഷനത് ഉടുപ്പൂരണം, നെഞ്ചിലേക്ക് ഈശ്വര ചൈതന്യം വരും. ഇതിപ്പം ചിലർ ഉടുപ്പൂരണം നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു കയ്യിൽ അത് ഉരി, റോബോസ്റ്റോ കൊല കെട്ടുന്നത് പോലെ ഒരു കെട്ടും കെട്ടിയിട്ട് മൊത്തം ഉരിയാൻ നാണക്കേടല്ലേ? കഷ്ടം എന്നേ പറയാൻ പറ്റൂ. റോബോസ്റ്റോ കൊല ഇങ്ങനെ തുമ്പോലാർച്ചയിലൊക്കെ ആരോമലുണ്ണി വരും പോലെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് അകത്ത് കയറണം. മൊത്തം ഉരിയാലെന്താ? ആ നെഞ്ചില് ഭഗവാന്റെ രശ്മി വരാനാണ് അകത്ത് കയറുമ്പോൾ. അങ്ങനെ തൊഴുതു മൂലമന്ത്രം. ഗണപതി ഭഗവാന്റെ കോവിലിൽ കയറുമ്പോൾ ഗണപതിയുടെ മൂലമന്ത്രം ഏതാ? എഴുന്നോർക്ക് എഴുതാം. പൂമച്ച് കളിച്ചോണ്ടിരുന്ന ഇത് മുഴുവൻ ചോദിക്കും ഇയാളെടുത്ത്. ഗണപതിയുടെ മൂലമന്ത്രം ഏതാ? ഓം ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ. ഇതൊക്കെ പഠിപ്പിക്കാനാണ് ഇതുപോലുള്ള സത്സംഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഓം ഗം ഗണപതയേ നമഃ. ഏത് കർമ്മം ചെയ്യുമ്പോഴും, വണ്ടി കയറിയാൽ, എഴുത്തിന്, ചിത്രം വരയ്ക്കാൻ, ഡാൻസിന്, എന്ത് തുടങ്ങുമ്പോഴും ഗണപതിയെ സ്മരിച്ചുകൊണ്ടല്ലേ തുടങ്ങുന്നത്. അങ്ങനെ ഗണപതിയുടെ ക്ഷേത്രത്തിൽ കയറുമ്പോൾ മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമഃ. പ്രദക്ഷിണം എന്നാൽ ചുറ്റുക എന്നാണ് വാക്കിന്റെ അർത്ഥം. എന്നാൽ പ്ര എന്നാൽ ഉത്കണ്ഠ, ദ എന്നാൽ ഒഴിവാക്കുക, ക്ഷി എന്നാൽ രോഗം, നം എന്നാൽ ഐശ്വര്യം. പ്ര ഉത്കണ്ഠ, ദാ ഒഴിവാക്കുക, ക്ഷീ രോഗം, നം ഐശ്വര്യം. ഉത്കണ്ഠയും രോഗവും ഒഴിവാക്കി നമുക്ക് ശാന്തി തരുന്നതിനാണ് മൂലമന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രദക്ഷിണം ചെയ്യും. മൂലമന്ത്രം ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു പാദം മറ്റേ പാദത്തിന്റെ മുമ്പിൽ വെച്ച് സാവധാനം. ആട്ടോക്കാരൻ അവിടെ നിന്ന് കളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ജനാർദ്ദന സ്വാമി ഞാൻ പോവേണ, മഹാ മോട പിടിച്ച ആട്ടോക്കാരനാണ്. പ്രദക്ഷിണമൊക്കെ മറ്റന്നാ വരുമ്പം ചെയ്യാം, ഞാൻ ഇപ്പൊ പോവുകയാണ്, ചന്ദനോട്ടു സ്ഥലം വിട്ടു, അങ്ങനെയുള്ളിടത്ത് പോണ്ട, ആരും വിളിച്ചില്ലല്ലോ. പ്രദക്ഷിണം എന്നാൽ ഉത്കണ്ഠയും രോഗവും ഒഴിവാക്കി പദാനുപദമായി ആ വിഗ്രഹത്തിന് പ്രദക്ഷിണം ചെയ്തു വരുന്നു. വിനായകന്റെ ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം, മറന്നുപോരുത്. പഴവങ്ങാടി ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്രദക്ഷിണം. മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമഃ. ചുണ്ടൊക്കെ അനക്കി പറയണേ. ചിലരൊക്കെ കുത്തി തച്ചു വച്ചിരിക്കുകയാണ്. ഓം ഗം ഗണപതയേ നമഃ, ഓം ഗം ഗണപതയേ നമഃ. മിണ്ടിയിട്ടില്ല ഇതുവരെ. ഓം ഗം ഗണപതയേ നമഃ പറഞ്ഞേ. ഓം ഗം ഗണപതയേ. ഇത്രേ ഉള്ളു കാര്യം. അപ്പോൾ വിനായകന്റെ ക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം, മൂലമന്ത്രം ഓം ഗം ഗണപതയേ നമഃ. ശിവന്റെ ക്ഷേത്രത്തിൽ നമ്മൾ പോകുമല്ലോ. ശിവന്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ 3 പ്രദക്ഷിണം, അർദ്ധചന്ദ്രാകൃതിയിൽ 3 പ്രദക്ഷിണം. അർദ്ധചന്ദ്രാകൃതിയിൽ 3 പ്രദക്ഷിണത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, വടക്കോട്ട് ഗംഗാനദി ഒഴുകിപ്പോകുന്നു. ഗംഗാനദിയെ മുറിച്ചു കിടക്കുവാൻ ഭാരതത്തിന്റെ സംസ്കാരം, തത്വശാസ്ത്രം അനുവദിക്കുന്നില്ല. മുറിച്ച് കടന്നുകൂടാ, തെറ്റാണ്, പാപമാണ്. അതുകൊണ്ട് ആ വടക്ക് അത് മുറിച്ചു കിടക്കില്ല. അതുകൊണ്ട് അർദ്ധചന്ദ്രാകൃതിയിൽ 3 പ്രദക്ഷിണം. മൂലമന്ത്രം നമഃശിവായ നമഃശിവായ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ടെൻഷൻ, പ്രഷറിന്റെ ഗുളിക, ഷുഗറിന്റെ ഗുളിക ഇതൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞിട്ട് ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പ് കിടക്കയിൽ കിടന്നുകൊണ്ട് ഓം നമഃശിവായ 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 നമഃശിവായ. അപ്പോൾ നല്ല ഉറക്കം കിട്ടും കേട്ടാ, ടെൻഷനൊന്നും ഇല്ലാതിരിക്കും. ഓം നമഃശിവായ നമഃശിവായ നമഃശിവായ
നമഃശിവായ. എന്താ നമഃശിവായ എന്ന് പറഞ്ഞാൽ? നമഃശിവായ എന്ന് പറഞ്ഞാൽ നമഃശിവായ. നമഃശിവായ. നാ ഭൂമി, മാ വെള്ളം, ശി അഗ്നി, വാ വായു, യാ ആകാശം. നമഃശിവായ നമഃശിവായ നമഃശിവായ. നാ ഭൂമി, മാ വെള്ളം, ശി അഗ്നി, വാ വായു, യാ ആകാശം. നാ ഭൂമി, മാ വെള്ളം, ശി അഗ്നി, വാ വായു, യാ ആകാശം. എന്താ? പഞ്ചഭൂതങ്ങളാണ് ആര്? ഈ കാണുന്ന അഗ്നിയും വെള്ളവും ഭൂമിയും ആകാശവും സർവ്വതും ആര് തന്നെയാണ്? ശിവൻ. അതുകൊണ്ടാണ് മൂലമന്ത്രം നമഃശിവായ നമഃശിവായ നമഃശിവായ. ശിവം എന്ന വാക്കിനർത്ഥം എന്താ? ശിവൻ. പേപ്പർ കൊണ്ടുവരുന്ന ശിവനല്ല. പിന്നെയോ ശിവം എന്ന് പറഞ്ഞാൽ മംഗളകരം. ശിവമെന്നാൽ മംഗളകരം. നമുക്ക് മംഗളകരമാക്കി നമ്മുടെ ജീവിതത്തിനെ തരുന്നതാരോ അതാണ് ആര്? ശിവൻ. അതിനാണ് നമഃശിവായ മന്ത്രം ജപിക്കുന്നത്. കൊച്ചുമക്കളെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കണം. നിന്റെ അച്ഛനെ വിളിച്ചിട്ട് പറ, വാട്സാപ്പ് തൊട്ടടം കിട്ടുന്ന ഒരു മൊബൈല് അമ്മച്ചിക്ക് നിനക്കും കൂടെ തന്നേക്കാൻ പറ, 41,000 രൂപ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഇരിക്കും വൈകിട്ട് നാമം ജപിക്കുന്ന അമ്മയുടെ പറയും, കിളവിയെ കൊണ്ട് തോറ്റ് ചുണ്ണാമ്പ് തേപ്പ് ചുണ്ണാമ്പ് തേപ്പ് ചുണ്ണാമ്പ് തേപ്പ്. അച്ഛൻ ചത്ത് കിടന്നാലും കൂടെ ചെന്ന് സെൽഫി എടുക്കും. അടുത്ത സ്റ്റാറ്റസ് ഇടാൻ, ഇതെന്റെ കൂടെ കിടന്ന് ചത്ത് കിടക്കണ എൻ്റെ അച്ഛൻ. പുതിയ സംസ്കാരമാണ്. എവിടെ ചെന്ന് നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് നമഃശിവായ നമഃശിവായ നമഃശിവായ. ബാക്കി ഞാൻ പറയണു. ശിവം ശിവകരം ശാന്തം ശിവ. ഇതെല്ലാം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങളത് പഠിപ്പിക്കണം. അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനാം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. മകളെ സന്തോഷം കൂടെ ചൊല്ലിയതിന്. സദാശിവം സദാശിവം. ഓരോ നിമിഷവും മംഗളകരമാക്കിക്കൊണ്ടിരിക്കുന്ന ഭഗവാനെ, നീയാണ് ശിവം ശിവകരം. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ഏറ്റവും ശാന്തമാക്കി സമാധാനമാക്കി തരുന്നവൻ ശിവൻ. 3 പ്രദക്ഷിണം അർദ്ധചന്ദ്രാകൃതി. മൂലമന്ത്രം ഓം നമ ശിവായ. ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ വടക്കോട്ടിരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രം കടുത്ത ശക്തിയാണ്. കൊടുങ്ങല്ലൂരമ്മ, അവിടെ നിന്നാണ് ഈ ഊർജമത്രയും ഇവിടുത്തെ ഭദ്രകാളി ദേവീ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അവിടെ അടുത്താണ് ആ ശക്തി പകർന്നു കൊണ്ടുവരുന്നത്. ആ കൊടുങ്ങല്ലൂരമ്മ വടക്കോട്ടിരിക്കുന്നു, ശാർക്കരയമ്മച്ചി വടക്കോട്ടിരിക്കുന്നു, പനയാറ തൃപ്പൂർട്ടക്കാവ് ക്ഷേത്രത്തിൽ വടക്കോട്ടിരിക്കുന്നു, ആറ്റുകാലമ്മച്ചി വടക്കോട്ടിരിക്കുന്നു. ആറ്റുകാലമ്മയുടെ ശാർക്കരയമ്മയുടെ അതുപോലെ കൊടുങ്ങല്ലൂർ അമ്മച്ചിയുടെ മുമ്പിൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ പാദവന്ദനം ചെയ്ത് അകത്ത് കയറുമ്പം വേറെ കൊച്ചു വർത്താനം പറയാനാണെങ്കിൽ പോവരുത്. ഞാൻ ജനാർദ്ദന സ്വാമിയുടെ മുമ്പ് തൊഴുതുകൊണ്ടിരിക്കുന്നു, നീ എന്നെ വിളിക്കണേ, പിന്നെ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് വിളിക്കണേ. ഓ ശരി. എന്തിനാ ഈ നാശത്തിനെ കൂടെ കയ്യിൽ? നശിച്ചില്ലേ? അത്യാവശ്യത്തിന് ഇതിനെ ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ കൊണ്ടു നടന്ന് നശിച്ചില്ലേ? മനസ്സും ശരീരവും ബുദ്ധിയും തലച്ചോറും എല്ലാം പോയില്ലേ? അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇതുപോലുള്ള ഒത്തുചേരലിന്റെ ശക്തി എന്ന് പറയുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പാദവന്ദനം ചെയ്താൽ ഓം ഹ്രീം ഭദ്രകാളിയേ നമ, ഓം ഹ്രീം ഭദ്രകാളിയേ നമ. ഓ പേനയും പേപ്പറും കൊണ്ടുവരണേന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിരുന്നാണ്, എല്ലാവരോടും പറയണമെന്ന് ഇല്ലേ? ഓം ഹ്രീം ഭദ്രകാളിയേ നമ, ഓം ഹ്രീം ഭദ്രകാളിയേ നമ, ഓം ഹ്രീം ഭദ്രകാളിയേ നമ. ഭദ്രകാളി എന്ന വാക്കിനർത്ഥം കാളി എന്നത് മലയാളത്തിൽ മാത്രമാണ് ല എന്ന അക്ഷരമുള്ളത്. ബാക്കി എല്ലായിടത്തും ലായാണ്. ചെന്നൈയിലെ ലായാണ്. കാലി. കാലി എന്ന് പറഞ്ഞാൽ കാലത്തിനെ സംരക്ഷിക്കുന്നവൾ ആരോ അതാണ് ഭദ്രകാളി. ഭദ്രം സംരക്ഷണം. ഭദ്രകാളി ഭദ്രകാളി. കാലത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നതാരോ അതാണ് ഭദ്രകാളി. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ സൂര്യനില്ലായിരുന്നു. കാലത്ത് നോക്കുമ്പോൾ സൂര്യൻ, ആകാശത്ത് നക്ഷത്രം, ചന്ദ്രൻ, ഒഴുകുന്ന വെള്ളം, സമുദ്രം, അതിലെ തിരമാലകൾ, കണ്ടമാനം പൂക്കൾ, വൃക്ഷങ്ങൾ, പുഴകൾ, ഇതൊക്കെ എവിടെന്നാ, എങ്ങനെയാ, ആരാണ് ഇതൊക്കെ ഉണ്ടാക്കി തരുന്നത്? ഭദ്രകാളി ഭദ്രകാളി ഭദ്രകാളി. കാലത്തിനെ മുഴുവൻ ഭദ്രമാക്കി മാറോടണച്ച് സൂക്ഷിക്കുന്നവൾ ആരോ ആ ജഗത് മാതാവിന്റെ, ആദിപരാശക്തിയുടെ, വിശ്വമാതാവിന്റെ പേരാണ്
എന്ത്? ഭദ്രകാളി ഭദ്രകാളി ഭദ്രകാളി. ഓം ഓം ഹ്രീം ഭദ്രകാളിയേ നമ. മൂലമന്ത്രമെങ്കിലും പഠിച്ചേക്കുക. ഓം ഹ്രീം ഭദ്രകാളിയേ നമ. ഭദ്രകാളി ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണം, ശിവൻ അർദ്ധചന്ദ്രാകൃതിയിൽ 3 പ്രദക്ഷിണം, ഭദ്രകാളി ക്ഷേത്രത്തിൽ 4 പ്രദക്ഷിണം. ഓം ഹ്രീം ഭദ്രകാളിയേ നമ. ഒപ്പം സ്തോത്രമന്ത്രം കൂടിയുണ്ട്. ഓം കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. അർത്ഥമിതാണ്, മഹാകാളി എന്റെ കുലത്തിനെ, എന്നെ, എന്റെ വംശത്തിനെ മുഴുവൻ നീ മാറോട് ചേർത്ത് സംരക്ഷിച്ചു കൊള്ളണേ അമ്മേ. ഒരു തരത്തിലുള്ള വിഘ്നങ്ങളും, ഒരു തരത്തിലുള്ള ദുരാഗ്രഹങ്ങളും, ഒരു തരത്തിലുള്ള ഇരുട്ടും, ഒരു തരത്തിലുള്ള അന്ധകാരവും എന്റെ ജീവിതത്തിൽ വരല്ലേ എന്റെ പൊന്നമ്മച്ചി എന്ന് പറയാനാണ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പോണേ. ഓം ഹ്രീം ഭദ്രകാളിയേ നമ. ഒന്ന് മറന്നുപോരുത് കേട്ടോ മക്കളെ. ഓം ഹ്രീം ഭദ്രകാളിയേ നമ. 4 പ്രദക്ഷിണം കഴിഞ്ഞ്, അത് കഴിഞ്ഞ് 4 പ്രദക്ഷിണമുള്ള മറ്റൊരു ക്ഷേത്രമാണ് ഗുരുവായൂരപ്പൻ കുടികൊള്ളുന്ന ഗുരുവായൂര് ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പലരോടും ഞാൻ ചോദിക്കുന്നതാണ്, ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ ചെല്ലുമ്പം അവിടെ ഉരുവിടുന്ന മൂലമന്ത്രം ഏതാ? അവിടെ ഉരുവിടുന്ന മൂലമന്ത്രം ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. മൂലമന്ത്രം ഉരുവിടാതെ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയില്ല എന്നങ്ങ് വിചാരിക്കണം. കാരണം വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ പൗരപ്രമാണിമാരും താന്ത്രിക വിദഗ്ധരും ഭക്തജനങ്ങളും ഒപ്പം ചേർന്നുകൊണ്ട് വിഷ്ണു ഭഗവാനാണെങ്കിലും അവിടുത്തെ സ്വരൂപം ജനത്തിനെ അർദ്ധിക്കുന്ന ജനാർദ്ദനായതുകൊണ്ട് ആ വിഗ്രഹം അവിടെ സ്ഥാപിക്കുമ്പോൾ പ്രത്യേക മന്ത്രമാണ്. അതാണ് ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ. ഇത് ചൊല്ലിക്കൊണ്ടായിരിക്കണം അവിടെ പോകേണ്ടത്. എത്ര പ്രദക്ഷിണം? 4 പ്രദക്ഷിണം. ഭദ്രകാളിക്ക് 4 പ്രദക്ഷിണം. ഭദ്രകാളിയുടെ മൂലമന്ത്രം ഓം ഹ്രീം ഭദ്രകാളിയേ നമ. വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിലോ വെറും വിഷ്ണു ക്ഷേത്രത്തിൽ ഓം വിഷ്ണുവേ നമ, ഓം വിഷ്ണുവേ നമ, ഓം വിഷ്ണുവേ നമ. പാമ്പറത്ത് അമ്പലത്തിൽ പോകുന്നു, ഓം വിഷ്ണുവേ നമ, ഓം വിഷ്ണുവേ നമ, ഓം വിഷ്ണുവേ നമ. ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നു, ഓം ശ്രീ ജനാർദ്ദനായ പരബ്രഹ്മണേ നമ.